റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ തെറ്റ് ചെയ്താൽ നുകിതത് ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണോ, അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. നമ്മളെ സംബന്ധിച്ചാണ് പറയുന്നു, മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചാണ് അല്ലാഹു റസൂൽ പറയുന്നത്. കാഫിറുകളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ആദ്യം തൗഹീദിലേക്ക് വന്നു, എന്നാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ഇനി ഫഇൻ താബ വനസഅ വസ്തഗ്ഫർ, ആ തെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാതെ പ്രയാസമായി, മനസ്സിന് ഒരു അസ്വസ്ഥമായി. ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ ചെയ്തല്ലോ. സ്വാഭാവികമായിട്ടും ഒരു മുഅ്മിനിൻ്റെ മനസ്സിന് വേദന ഉണ്ടാവും. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ, ഹറാമ് ചെയ്താൽ, നിഷിദ്ധമായ കാര്യം ചെയ്താൽ മുഅ്മിനിൻ്റെ മനസ്സിന് വല്ലാത്ത വേദന ഉണ്ടാവും. ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ ഞാൻ ചെയ്തത്, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം റബ്ബ് നോക്കിയിരിക്കുക, റബ്ബ് കണ്ടിരിക്കെ ഞാൻ ചെയ്തു എന്നൊരു ഖേദ പ്രകടനം, ഒരു മനസ്സിന് അസ്വസ്ഥത, അത് മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. അങ്ങനെ അസ്വസ്ഥമായിട്ട് അവൻ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ആ പാപത്തിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമായാൽ സുഖില ഖൽബുഹു, അവൻ്റെ ആ ഹൃദയത്തിലുള്ള കറുത്ത പുള്ളി ശുദ്ധിയാക്കപ്പെടും. റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓൻ തൗബ ചെയ്തില്ല, മറിച്ച് വഇൻ സീദ, ആ തെറ്റ് വീണ്ടും വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യഅലു ഖൽബഹു, ആ തെറ്റ്, ആ കറുത്ത പുള്ളി അവൻ്റെ ഹൃദയത്തെ മൂടി. കാരണം തൗബയില്ല, ഇസ്തിഗ്ഫാർ ഇല്ല, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ല, ആഖിറത്തെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ല. വീണ്ടും വീണ്ടും ആ തെറ്റ് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. അതൊരു ശിക്ഷയാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ ഓർക്കുക, അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിന് നാം തയ്യാറായിക്കൊള്ളണം. അള്ളാഹു നമ്മളൊരു പിടുത്തം പിടിക്കാൻ കാത്തിരിക്കുകയാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. അള്ളാഹു അടിമകളെ പരീക്ഷിക്കുന്നത് ഒരു തെറ്റിൻ്റെ ശിക്ഷ എന്താണ്? അതേപോലെ തെറ്റ് വീണ്ടും വീണ്ടും അവൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കലാണ്. ഒരു ഹറാമ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹിൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കമാണ്. പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങണം, ഇല്ലെങ്കിൽ ആ പരീക്ഷണത്തിൽ നാം പരാജയപ്പെട്ടു, ഉറപ്പാണ്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ. റസൂൽ പറയാണ്, അവൻ്റെ ആ ഹൃദയം ആ കറുത്ത പുള്ളിയാൽ മൂടപ്പെടും. അതിനുശേഷം ഹക്ക് ഏത് ബാത്തിൽ എന്ന് ആ ഹൃദയത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. ഖുർആൻ്റെ ആയാത്തുകൾ എത്ര ഓതി കൊടുത്താലും ആ ഹൃദയത്തിൽ കയറൂല. റസൂലിൻ്റെ ഹദീത്തുകൾ പറഞ്ഞു കൊടുത്താൽ, ആഖിറത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്താൽ ആ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒരു സ്വാധീനം ഉണ്ടാക്കില്ല ഖുർആൻ്റെ ആയാത്തുകളും ഹദീത്തുകളും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ അവസ്ഥയെ സംബന്ധിച്ചാണ് അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞത്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ല, അല്ല പ്രവാചകരെ, കല്ല എന്നൊക്കെ താക്കീതിൻ്റെ വാക്കാണ്. അല്ല പ്രവാചകരെ, നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലായിട്ടല്ല. നിങ്ങൾ ഏതൊരു ഹക്കിലേക്കാണോ അവരെ ക്ഷണിക്കുന്നത് അത് അവർക്ക് തിരിയാനിട്ടല്ല. നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? കല്ല ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്. അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിൻ്റെ ഫലമായിട്ട്. അത് പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ. കാരണം അള്ളാഹിൻ്റെ പരീക്ഷണത്തിൻ്റെ തുടക്കമാണ്. അതിലെക്കാനം കുപ്പുകുത്തിയാൽ പിന്നെ തൗബ ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അള്ളാഹു കാത്തവരൊഴികെ, അള്ളാഹു അവൻ്റെ ഹിദായത്ത് കൊണ്ട് അവൻ തൗഫീഖ് നൽകിയവരൊഴികെ അല്ലാത്തവർക്ക് തിരിച്ച് കരകയറാൻ വലിയ പ്രയാസമാണ്.